പുത്തൻ ബംഗ്ലാവ് ഒരു 150 കൊല്ലം പഴക്കമുണ്ട്. പുത്തൻ ബംഗ്ലാവിനും പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിനും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മിഥുനമാസത്തിൽ തീർപ്പെട്ട വലിയമ്പരാനാണ് അത് ഇത് പണിതത്. ഇതിന്റെ കൂടെ അമ്പലത്തിലെ ഊട്ടുവര ഇതെല്ലാം ആ സമയത്താണ് പണിതിരിക്കുന്നത്. ഈ പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിന് ഏതാണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ അതേ ഡിസൈൻ, അതേ പാറ്റേൺ തന്നെയാണ് പുത്തൻ ബംഗ്ലാവിലും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ചെറിയ പതിപ്പ്, മിനിയേച്ചർ ആയിട്ടാണ് പുത്തൻ ബംഗ്ലാവ് പണിഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ മാത്രമല്ല പൂർണ്ണത്രയീശ ക്ഷേത്രത്തോട് സാദൃശ്യമുള്ളത്, ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ അതേപോലെ തന്നെ മാക്സിമം നടത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഇതുവരെ അത് നടത്താൻ സാധിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എല്ലാ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സാധാരണയായി 3 ശിവേലിയുണ്ട്. രാവിലെ 2, വൈകുന്നേരം 1. ആ ശിവേലിയോടുകൂടി അവിടെ തൂവൽ എന്ന് പറയും, ശ്രീഭൂതബലിയുടെ ഒരു ഭാഗം പോലെ തൂവൽ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 3 തവണ രാവിലെ 2, വൈകുന്നേരം തൂവൽ, അതായത് വെരിക്കല്ലില് തൂവുന്ന ആചാരം ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മിക്ക ക്ഷേത്രങ്ങളിൽ രാവിലെ മാത്രമേ ഉള്ളൂ, രാത്രി വളരെ ഇല്ലാന്ന് തന്നെ പറയാം. പലരും ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ ഇവിടെ മാത്രം ഇങ്ങനെ രാത്രിയിൽ തൂവൽ ഇത് നടത്തുന്നതെന്ന്. പക്ഷെ അത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങള് പൂർണ്ണത്രയീശന്റെ അത് തന്നെ ഇവിടെ ആചരിക്കുന്നത്, അതുകൊണ്ട് അവിടെ നടത്തുന്നതല്ല ഇവിടെ നമ്മൾ നടത്തുന്നുമുണ്ട്. ഇവിടെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ പോലെ തന്നെ പുലിയന്നൂർ തന്ത്രി തന്നെയാണ് ഇവിടെയും എല്ലാ പൂജകളും നടത്തുന്നത്. ഇവിടെ പൂർണ്ണത്രയീശന്റെ പ്രതിഷ്ഠ തന്നെയാണ്. അതുപോലെ പഴയന്നൂർ ഭഗവതിയും പ്രതിഷ്ഠയാണ്. പിന്നെ തിരുവഞ്ചിക്കുളത്തപ്പൻ അതും പ്രതിഷ്ഠയാണ്. ബാക്കിയുള്ളത് മാത്രമേ വിഗ്രഹങ്ങൾ വെച്ചിട്ടുള്ളൂ. അത് പ്രതിഷ്ഠയായിട്ട് പൂർണ്ണത്രയീശന്റെ ഇവിടെ ഈ ഇവിടെ എങ്ങും വേറെ ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠയായിട്ട് പൂർണ്ണത്രയീശന്റെ വിഗ്രഹം കാണാൻ സാധിക്കില്ല. ഞാൻ ഒരു 3 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് വഴിപാട് നടത്താനും ആരാധിക്കാനും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട്. അവർക്ക് പല അനുഭവങ്ങളും ഉള്ളതായിട്ട് അവർ പറയുന്നുമുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ്. മറ്റമ്പലങ്ങൾ പോലെ തന്നെ ഇതിൽ എല്ലാവർക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. നമസ്കാരം. പുത്തൻ ബംഗ്ലാവ് നടുമുറ്റം ശ്രീ പൂർണ്ണത്രയീശ ഭഗവതി ക്ഷേത്രമാണ്. പുത്തൻ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ തന്നെ തമ്പുരാന്റെ പുതിയ ബംഗ്ലാവ് പണിത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാത്രം പോയി തൊഴാൻ പാകത്തിനുള്ള അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തികളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. വിശേഷാൽ നടുമുറ്റ അമ്പലം എന്നറിയപ്പെടുന്നത്. നടുമുറ്റത്തിന്റെ നടുക്ക് പ്രതിഷ്ഠിച്ച് ഉപാസിച്ച ദേവനും ദേവിയൊക്കെയാണ്. അപ്പോൾ അകത്തിരിക്കുന്ന പ്രതിഷ്ഠകൾ എന്തെന്ന് പറഞ്ഞാൽ, വിശേഷാൽ നടുമുറ്റത്ത് ശ്രീകോവിലിന്റെ അകത്ത് പൂർണ്ണത്രയീശനും ശ്രീഭഗവതിയാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, കണ്ണു തുറന്നിരിക്കുന്ന പൂർണ്ണത്രയീശനും ശ്രീഭഗവതി ഒരുമിച്ചിരിക്കുന്ന ഒറ്റ ശ്രീകോവിലിരിക്കുന്ന ഏക അമ്പലമാണ്. നടുമുറ്റത്തോട് ഉള്ള വേറൊരു അമ്പലം എറണാകുളത്തുള്ളതെന്ന് പറയാൻ എടപ്പള്ളി ഗണപതി കോവിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. സന്താനഗോപാലമൂർത്തിയായിട്ടാണ് ഇവിടെ ഏറ്റവും വിശേഷം. വിദ്യയ്ക്കും സന്താനത്തിനും മംഗല്യത്തിനും പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. കൂടാതെ തമ്പുരാന്റെ കാലത്ത് തമ്പുരാൻ ഉപാസിച്ചുകൊണ്ടിരുന്ന ചോറ്റാനിക്കര ഭഗവതിയും കിരാതമൂർത്തിയും അതേപോലെ കൊടുങ്ങല്ലൂർ വിശേഷാൽ മംഗല്യത്തിന് വേണ്ടി തന്നെ അറിയപ്പെടുന്ന അമ്പലമായ തിരുവഞ്ചിക്കുളത്തപ്പൻ ഉമാമഹേശ്വരനായിട്ട് ഇവിടെ പ്രതിഷ്ഠ കൊള്ളുന്നു. കൂടൽമാണിക്യസ്വാമി എന്ന് പറഞ്ഞ ഇരിഞ്ഞാലക്കുട ഭരതസ്വാമിയുടെ കൂടി ഇവിടെ പ്രതിഷ്ഠയുണ്ട്. ഹിൽ പാലേസിൽ പണ്ട് ഉപാസിച്ചുകൊണ്ടിരുന്നതും പൂജിച്ചുകൊണ്ടിരുന്ന ഹനുമാനും ഭഗവതിമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തേവാരങ്ങളായിട്ട് വെച്ച് പൂജിച്ചു വരുന്നുണ്ട്.
അതിൽ ഒരു പ്രത്യേകത എന്താന്ന് പറയാൻ, കേരളത്തിൽ തന്നെ ആകെ വിശേഷാലിരിക്കുന്ന പഞ്ചവനം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ വൈഷ്ണവത്തിൽ ഏറ്റവും ഉപാസിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഷ്ഠകളായിട്ടാണ് കണക്കുകൂട്ടുക. അതും ഇവിടെ വിശേഷാൽ പ്രതിഷ്ഠയായിട്ടുണ്ട്. പഠിപ്പിനെ വിദ്യക്കും ഏറ്റവും അധിപതിയായിരിക്കുന്ന ഹയഗ്രീവൻ നമ്മൾ പൊതുവെ കേൾക്കാറില്ല. ലക്ഷ്മിയെയും ഗണപതിയും സരസ്വതിയും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ശ്രീരാമസ്വാമിയും വരാഹമൂർത്തിയും ഒക്കെ വിശേഷാൽ പ്രതിഷ്ഠകളാണ്. ഏറ്റവും വിശേഷമായിട്ട് പതഞ്ജലി മഹർഷിയുടെ പ്രതിഷ്ഠ കൂടി ഇവിടെ ഉണ്ടാണ്. യോഗയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഷ്ഠ ആയിട്ടാണല്ലോ പതഞ്ജലിയെ പറയാം. അതുകൂടി ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദക്ഷിണത്തിൽ തൊഴുത് വന്നു കഴിഞ്ഞാൽ പൂർണ്ണത്രേശനും ഗണപതിയും പഴയന്നൂർ ഭഗവതിയും ചോറ്റാനിക്കര ഭഗവതിയും അതേപോലെ തന്നെ കിരാതമൂർത്തിയും തിരുവഞ്ചിക്കുളത്തപ്പനെയും ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും ഹയഗ്രീവസ്വാമിയും പതഞ്ജലി മഹർഷിയും ശ്രീചക്രത്തെയും അതുപോലെ തന്നെ കൂടൽമാണിക്യ സ്വാമിയെ തൊഴുത് വരാം എന്നതാണ്. അതേപോലെ തന്നെ അമ്പലത്തിന് പുറംവശമായിട്ട് തൃശ്ശൂർ ശക്തൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന 3 ഭഗവതിമാരെ നെയ്തലക്കാവിലമ്മയും പാരമാക്കാവിലമ്മയും അതേപോലെ തന്നെ പഴയന്നൂർ ഭഗവതിയും കൂടി പ്രതിഷ്ഠിച്ച് പൂജിച്ചു വരുന്നു എന്നതാണ് ഇവിടുത്തെ വിശേഷം. ഈ വരുന്ന 12-ാം തീയതി കുംഭമാസത്തിലെ മകം നാൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ നമ്മുടെ ചോറ്റാനിക്കര ഭഗവതി നടയിൽ മകൻ തൊഴിൽ മഹോത്സവം നടക്കുകയാണ്. 2 മണി മുതൽ രാത്രി 7 മണി വരെ എല്ലാ ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് തൊഴാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വരിക, ഭഗവതിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥന. നമസ്തേ.